ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാട്സപ്പ് വഴി നമുക്ക് എങ്ങനെ പണം അയക്കാം, അതായത് വാട്സപ്പ് വഴി എങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ആദ്യം വാട്സപ്പ് തുറക്കുക. വാട്സപ്പ് തുറന്നതിന് ശേഷം വാട്സപ്പിൻ്റെ മെനു ഈ 3 ഡോട്ട് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ പേയ്മെൻറ്റ് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴും തുറന്നു വരുന്ന വിൻഡോയിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററിയുടെ താഴെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് കാണും. അവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇതിനുള്ളിൽ എല്ലാ ബാങ്കുകളും ലിസ്റ്റ് ചെയ്യുന്ന കാണാം. ഇതിൽ നിന്ന് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. വെരിഫൈ യുവർ മൊബൈൽ ഫോൺ നമ്പർ എന്ന് കാണും. അവിടെ വെരിഫൈ വയ SMS അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്ന കാണാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആപ്ലിക്കേഷനിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കാണുന്ന വിൻഡോയിൽ മുകൾ വശത്ത് ഈ വലതുവശത്ത് കാണുന്ന QR കോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് കാണാം. പേരിന് താഴെ നമ്മുടെ UPI ID കാണാം. അതിന് താഴെ നമ്മുടെ മൊബൈൽ നമ്പരും അതിന് താഴെ നമ്മുടെ QR കോഡും കാണാം. ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പണം അയക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ QR കോഡ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, ആ മുകളിലത്തെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിൽ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞു. അതുപോലെ താഴെ കാണുന്ന ന്യൂ പേയ്മെൻറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന വിൻഡോയിൽ സെൻഡ് ടു UPI ID എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UPI ID ഉപയോഗിച്ചുകൊണ്ട് പണം അയക്കാൻ സാധിക്കും. അതിന് താഴെ സ്കാൻ QR കോഡ് എന്ന് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തും നമുക്ക് പേയ്മെൻറ്റ് നടത്താം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേറെ ഏതെങ്കിലും UPI പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളാണ് എങ്കിൽ നമ്മൾ ഇതിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ പിൻ നമ്പർ ചേർക്കേണ്ടതില്ല. അതായത് ആ പിൻ നമ്പർ ആയിരിക്കും ഇതിന് ഡിഫോൾട്ടായിട്ട് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ പിൻ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിൻ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന വിൻഡോയിൽ നമ്മൾ ചേഞ്ച് UPI പിൻ എന്ന് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പിൻ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വാട്സപ്പ് വഴി പണം അയക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ആർക്കാണോ പണം അയക്കേണ്ടത് അവരുടെ കോൺടാക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഈ പിന്ന് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പേയ്മെൻറ്റ് എന്ന് കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേക്കും വരുന്ന വിൻഡോയിൽ നമ്മൾ എത്ര രൂപയാണോ അയക്കേണ്ടത് എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് എ നോട്ട്, നമുക്ക് എന്തെങ്കിലും നോട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നോട്ട് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ UPI പിൻ ഓപ്ഷൻ വരും. സാധാരണ UPI പേയ്മെൻറ്റുകൾ എല്ലാത്തിലും വരും പോലെ തന്നെയാണ്. ആ പിൻ ഓപ്ഷനിൽ നമ്മുടെ പിൻ നമ്പർ 6 ഡിജിറ്റ് പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പേയ്മെൻറ്റ് ഇതേപോലെ അയാൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ക്യാഷ് റിസീവ് ആയ ആൾ ഇതുവരെ ഈ മെസ്സേജ് കണ്ടിട്ടില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അയാൾ എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് വഴി നമ്മൾ വേറൊരാൾക്ക് പണം അയക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരും വാട്സപ്പിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.